എടാ, ഒരു നിമിഷം നിങ്ങൾ ആരും സ്ക്രോൾ ചെയ്ത് പോകല്ലേ. ഞാൻ ഇന്നൊരു കിടിലം പോലത്തെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങളും കഥയും തികച്ചും സാങ്കല്പികം മാത്രമാണ് എന്നൊക്കെ കേൾക്കുന്നില്ലേ? അതുപോലെ ഇത് സാങ്കല്പികമല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നിവ്യയുടെയും ജീവിതത്തിൽ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണണം, കേൾക്കണം. കഥയുടെ പേര് എൻ്റെ ഭാര്യയുടെ ഗർഭവും കണ്ണൂർ ജില്ലാശുപത്രിയിലെ കൊച്ചു കൊച്ചു കുസൃതികളും. ഇതാണ് കഥയുടെ പേര്. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഇതിൽ ഞാൻ ഓരോരോ കാര്യങ്ങളും പറയുന്നത് എനിക്കുണ്ടായ അനുഭവം, എന്നോടുള്ള പെരുമാറ്റം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോരോ ആൾക്കാരെ കൊണ്ട് നല്ലത്, ചില ആൾക്കാർ മോശം പെരുമാറ്റം, അത് എന്നോട് നിവ്യോടുള്ള പെരുമാറ്റം വെച്ചിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഓക്കെ ആണേ? സംഭവം ഞാൻ പറഞ്ഞുതരാം. നിവ്യ ഗർഭിണിയായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ മാർച്ച് 13-നാണ് അത് കൺഫേം ആക്കിയത്. നമ്മുടെ കണ്ണൂരിലുള്ള തങ്കമണി ഡോക്ടർ, ജില്ലാശുപത്രിയിലെ തങ്കമണി ഡോക്ടറാണ് ഞങ്ങൾ കാണിച്ചത് കേട്ടോ. പിന്നെ ഉള്ള കാര്യം തുറന്നു പറയാലോ, നമ്മളൊക്കെ പണ്ടേ ഈ സർക്കാർ ആശുപത്രികളിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ ഇങ്ങനെയൊക്കെ പോയിട്ടേ കാണിക്കാറുള്ളൂ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ. അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അടുത്തുള്ള ചക്കരക്കല്ല് ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ പോകും. എന്തെങ്കിലും ചെറിയ ചെറിയ ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടിയെങ്കിൽ കണ്ണൂർ ജില്ലാശുപത്രിയിൽ അങ്ങനെയാണ് നമ്മൾ പൊതുവെ പോകുന്നത്. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ, കുട്ടിക്കാലം മുതലേ അമ്മക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ കണ്ണൂർ ജില്ലാശുപത്രിയിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഓപ്പറേഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആകെ പരിചയമുള്ളത് തങ്കമണി ഡോക്ടർ, സോയ ഡോക്ടർ, ഇവരൊക്കെയാണ്. പിന്നെ ഇപ്പം ഒരു കുറച്ചുകൂടെ അറിയുന്നത് ഒരു ഷോണി ഡോക്ടർ. എൻ്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ നല്ല ഡോക്ടേഴ്സാണ് കേട്ടോ. എന്നോടുള്ള പെരുമാറ്റം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല ഡോക്ടേഴ്സാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തങ്കമണി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 3 ആഴ്ച ആയിട്ടേ ഉണ്ടാവും. അപ്പോൾ തങ്കമണി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു സ്കാനിങ് എഴുതി തന്നു. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യമൊക്കെ എഴുതി തന്നു. അതൊക്കെ ചെയ്തു. അപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് ഡോക്ടറെ വീണ്ടും കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പിന്നെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും, ഒരു 5 ആഴ്ച 6 ആഴ്ച അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇതിപ്പോൾ ആരോടും പറയണ്ട, ഹൃദയമിടിപ്പൊക്കെ വന്നിട്ട് ആകുമ്പം ആൾക്കാരോട് പറഞ്ഞാൽ മതി. അപ്പോൾ 1 മാസം അങ്ങനെ വെക്കുക. ഇനി അടുത്ത മാസം 12-ാം തീയതി, അതായത് ഏപ്രിൽ 12-ന് സ്കാനിങ് ചെയ്തിട്ട് വന്നാൽ മതി, അപ്പോഴേക്കും എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. 1 മാസത്തേക്ക് മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 ആഴ്ചത്തേക്ക് മരുന്ന് വാങ്ങി അവിടുന്ന് ഇറങ്ങി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിവ്യക്ക് ചെറുതായിട്ട് വന്നു. അത് സംഭവം എന്ന് വെച്ചാൽ ചില വാക്കുകൾ, ചില സംഭവങ്ങൾ ഇതിൽ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തി പറയാൻ പാടില്ല, അത് മോശമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസിന് മോശമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഡോക്ടറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ടായിരുന്നില്ല തങ്കമണി ഡോക്ടറുടെ. അപ്പോൾ നമ്മൾ ടോക്കന് വിളിച്ച് ബുക്ക് ചെയ്യുന്ന ആ നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ 2 ദിവസത്തേക്ക് ലീവാണ്, നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ, അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു, അതൊക്കെ എടുത്തു. അവർ ഷോണി ഡോക്ടറെ വിളിച്ചിട്ടാണ് അഭിപ്രായമൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഷോണി ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടെ എടുത്തിട്ട് വരണം, എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സ്കാനിങ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 4 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഹാർട്ട് ബീറ്റ്, കുട്ടിയുടെ ഹൃദയം കൂടി ഇപ്പോൾ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇത് നല്ലോണം ആയിട്ടുണ്ടെങ്കിലോ എന്നുള്ള രീതിയിൽ അന്ന് അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് ഡിസ്ചാർജും അവർ എഴുതി തന്നു. ഇനിയാണ് കഥ ശരിക്കും ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. ഡിസ്ചാർജിന്റെ ടൈം ആയപ്പോൾ എന്നോട് പറഞ്ഞു താഴെ G1-ൽ, G3-ലാണ് അഡ്മിറ്റ് ആക്കിയത്. G3 G2 G3-ലാണ് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു നേരെ താഴെ G1-ൽ പോയിട്ട് ഒരു നീല കാർഡ് എന്തോ ആക്കാനുണ്ട്, പോയിട്ട് ആക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ G1-ൽ പോയി. അവിടുത്തെ സിസ്റ്ററോട് കാര്യം പറഞ്ഞു, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരെനിക്ക് ആ കാർഡ് തരുന്ന ടൈമിൽ എന്നോട് ചോദിച്ചു TT എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ TT എടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു ആ ചേട്ടാ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞാൽ ഒരു TT എടുക്കണം, അതുപോലെ തന്നെ ഡെലിവറിക്ക് മുന്നേ ഒരു TT, അങ്ങനെ 2 TT എടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യും, മുകളിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവരം പറഞ്ഞ ഉടനെ ഞാൻ നേരെ മുകളിലേക്ക് പോയി. അതിന് മുന്നേ വേറൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ആക്കുന്നുണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ ഒന്ന് കാണണം, അന്ന് വരുമ്പോൾ ഒരു സ്കാനിങ് എടുക്കണം, അതിൽ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടാവും, പേടിക്കാനൊന്നുമില്ല. ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ 8-ാം തീയതി അങ്ങനെ 2 ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, അതുവരെ കുടിക്കാൻ ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും, ഓക്കെ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ TTയുടെ സീന് വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ പറഞ്ഞതുപോലെ മുകളിൽ പോയിട്ട് ചോദിച്ചു. അപ്പോൾ ഒരു ഡോക്ടർ, കുറേ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ട്, കുറേ സിസ്റ്റർമാരുണ്ട്,
കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ നൈസായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് ബ്രോ, ഇങ്ങനെ അത് 2 TT എടുക്കണമെന്നേ ഉള്ളൂ, അതിപ്പോൾ 3 മാസം എത്തിയിട്ട് എടുത്താലും മതി, പിന്നെ ഡെലിവറിക്ക് മുന്നേ എടുത്താലും മതി, സീനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന. അതിൻ്റെ ഇടയിൽ ഒരു നേഴ്സ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അവിടെ കുറേ യൂണിഫോം ഉണ്ട്. ഒരു ഉള്ളിലൊരു പർപ്പിൾ കളറാ, ഒരു ബ്ലൂ കളർ പോലത്തെ, അത് ഏകദേശം ഇതുപോലത്തെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ഓവർ കോട്ട് ഇട്ടതുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ മുകളിൽ ഒരു ഓവർ കോട്ട് ഇട്ടത്, വൈറ്റ് ഓവർ കോട്ട് ഇട്ടതുണ്ട്. എന്നോട് സംസാരിച്ചത് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ടുള്ള ഒരു നേഴ്സാണേ. അതിന് മുന്നേ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ജാടക്കളിയും അങ്ങനെയൊക്കെയാണ്. അത് കുറച്ച് നേഴ്സുമാർ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞു പോയതാണല്ലോ, പിന്നെ എന്തിനാ ഈ TT ഒക്കെ എടുക്കേണ്ടത്, ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കേണ്ട ആവശ്യമെന്ന്. എങ്ങനെ ഇരിക്കുന്നു, കുഞ്ഞു പോയതാണല്ലോ എന്ന്. അതിന് വേർഡ് അറിയാലോ, അത് ഞാനിവിടെ പറയുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളിയാകെ അങ്ങ് പറന്നുപോയി. ഇതിന് കുറച്ച് മുന്നെയാണ് 10 ദിവസം കഴിഞ്ഞിട്ട് വരണം, സ്കാനിങ് ചെയ്യണം, എല്ലാം ഓക്കെ ആവുന്നൊക്കെ പറഞ്ഞിടുന്നാണ് ഇവള് വന്നിട്ട് എന്നോട് പറയുന്നത് ഇത് പോയ കേസല്ലേ, പിന്നെ എന്നായി TT കുറിച്ചൊക്കെ സംസാരിക്കാനുള്ളത് എന്ന്. നിവ്യയുടെ അച്ഛനും അമ്മയും തൊട്ടടുത്തിരിക്കുന്നുണ്ട് നിവ്യയെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛനൊന്നും ഈ കാര്യം അറിയില്ല. അച്ഛനൊക്കെ ചെറിയൊരു ക്ഷീണം പോലെയായിട്ട് അങ്ങനെ കാണിക്കാൻ വന്നതേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛനാണെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. 2 മാസം അങ്ങനെ ആയിട്ടേ ഉള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. ഏകദേശം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ നിവ്യയുടെ അച്ഛന്. അപ്പോൾ അവരത് കേട്ടിട്ടില്ല സംഭവം. നൈസായിട്ട് ഞാൻ നാവൊക്കെ ഇറങ്ങിയ പോലെ ഇപ്പോൾ. എന്താ വെച്ചാൽ ഒരച്ഛനാവാൻ ഒരു അമ്മയാവാൻ നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടുത്തി വീഴുന്നത് പോലെ ഒരു മര്യാദക്ക് ഒരു ഇതായിട്ട് പറയൂലേ, ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ അവളോട് ചോദിച്ചു, നീയാണോ ഇത് കൺഫേം ചെയ്യേണ്ടത്, നീ കൺഫേം ചെയ്തോ ഇത്? ഡോക്ടർ എന്നോട് പറഞ്ഞത് 10 ദിവസം കഴിഞ്ഞിട്ട് വരാനും ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, ടാബ്ലറ്റ് എടുക്കാനുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളിത് കൺഫേം ആക്കി, ഇത് പോയി എന്നുള്ളത് നിങ്ങൾ കൺഫേം ആക്കിയെന്ന് ചോദിച്ചു. അപ്പം തന്നെ അവൾ വല്ലാതായി. അപ്പോൾ കൂടുതൽ ഒരു സീനിയർ നേഴ്സ്, എനിക്ക് തോന്നുന്ന ഉള്ളിൽ ബ്ലൂ കളറും വൈറ്റ് ഓവർ കോട്ടോട്ട് സീനിയേഴ്സ് ആണെന്ന് തോന്നുന്നു. അവർ കുറച്ചൊരു മാന്യമായിട്ടാണ് അവരുടെ പെരുമാറ്റം കേട്ടോ. അവരപ്പോൾ അവളിങ്ങനെ കണ്ണു വീഴ്ചിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിപ്പോയി. നേഴ്സുമാരാണെങ്കിൽ രോഗികളെ പരിചരിക്കുക എന്നുള്ളതിലുപരി ആദ്യം അവർ പഠിക്കേണ്ടത് കൂടെ നിൽക്കുന്ന ആൾക്കാരോടും ആ രോഗികളോടും മാന്യമായിട്ട് എങ്ങനെ പെരുമാറണം, ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ നിവ്യയുടെ അച്ഛനോട് ഡയറക്റ്റ് പറഞ്ഞിട്ട് ഓർക്കങ്ങനെ എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഡൗട്ടായി. ഇവരിത് കൺഫേം ആക്കിയിട്ട് വീണ്ടും എന്നെ ചീറ്റ് ചെയ്യുന്നതാണോ, ഡോക്ടേഴ്സാണോ എന്നെ ചീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെന്താന്നാകാം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിലുള്ള വിശ്വാസം അങ്ങനെ അങ്ങ് നമുക്ക് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ആ പെണ്ണിന്റെ വിവരമില്ലായ്മ കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഈ ഓരോ കാര്യങ്ങളും ഈ ഫസ്റ്റ് ഡോക്ടറെ കാണിച്ചത് മുതൽ ഓരോ കാര്യങ്ങളും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നേഴ്സുമാരൊക്കെ ആയിട്ടുള്ള. ഒരു ഗ്രീഷ്മ രാഹുൽ, അവള് UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റൽ ഒരു ദിൽനയുണ്ട്, അവള് നേഴ്സല്ല വേറെ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജെയ്മി, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ സംഭവം ഇങ്ങനെ ഡിസ്കസ് ചെയ്യും ഇങ്ങനെ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ചേട്ടാ പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, അത് ഓക്കെ ആവും, ചിലപ്പോൾ 6 വീക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ഹൃദയമിടിപ്പൊക്കെ വരുള്ളൂ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ടാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം, പിന്നെ ഈ ഡോക്ടർ പറഞ്ഞതൊക്കെ വിശ്വാസത്തിൽ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഏതായാലും 10 ദിവസം കൂടി, 10 ദിവസം തീ തിന്നിട്ടാണ് നിന്നത്. ഇത് എന്താവും ഏതാവും, ഇതിപ്പോൾ ഇവളോട് നിവ്യയോട് എങ്ങനെ ഇത് പറഞ്ഞ് അവതരിപ്പിക്കും, ഇതിപ്പോൾ ഇനി ഉണ്ടാവില്ലേ എന്നൊക്കെ ആകെപ്പാടെ ഒരു ടെൻഷൻ. അങ്ങനെ 10 ദിവസം ആ ടാബ്ലറ്റൊക്കെ കഴിച്ചു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോയി. സ്കാനിങ് ചെയ്തു. എന്നിട്ട് എന്തായി? ആ സ്കാനിങ് റിപ്പോർട്ടിലും കുട്ടിയുടെ ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നില്ല. അവളുടെ നാവ് വെച്ച പോലെ തന്നെ ആ കുഞ്ഞിനെ നിവ്യക്ക് പ്രസവിക്കാനും നമുക്ക് നോക്കാനുള്ള യോഗം ദൈവം തന്നിട്ടില്ല. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കാര്യം പറഞ്ഞു, ഇത് പോയതാണ്, നമുക്ക് ഏതായാലും മരുന്ന് വെച്ചിട്ട് ഇതങ്ങ് കളയാം, ഒരു കാര്യം ചെയ്ത് നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ പോയി നമ്മൾ അവിടെ G1 അവിടെ അഡ്മിറ്റായി. അപ്പോൾ അഡ്മിറ്റ് ആയാലുള്ള വേറൊരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു നിവ്യയുടെ കൂടെ തൊട്ടടുത്ത ബെഡിലുള്ള ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ വയറ് എന്തോ ഉള്ളു പരിശോധിക്കാൻ അങ്ങനെ എന്തോ വേണ്ടിയിട്ട് രാത്രി ആയപ്പോഴോ മറ്റൊരു സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ ഇവള് വേദന എടുത്തിട്ട് ഇങ്ങനെ കരയുവാന്നാണ് പറഞ്ഞത്, നിവ്യ പറഞ്ഞതാണേ. അപ്പോൾ ഈ സിസ്റ്റർ ദേഷ്യപ്പെട്ടിട്ട് അവളോട് പോലും, എന്തിനാ ഈ പരിപാടിക്ക് നിന്നേ, പിന്നെ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണം, ഇങ്ങനത്തെ പണിക്കല്ല എന്തിനാ നിന്നേന്ന് പറഞ്ഞിട്ട് ഇവ എങ്ങനെയാണ് നമ്മൾ ഇവരോടൊക്കെ നമ്മൾ എത്ര താഴ്ന്ന് നിന്നിട്ട് പറഞ്ഞാൽ ഇവർ നമ്മളെ തലയിൽ കയറുക ചെയ്യുന്നത്.
ഞാൻ ആദ്യമേ പറയാം, ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് കേട്ടോ വളരെ നന്നായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ നല്ലോണം പെരുമാറുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിനൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നിനും അവിടെ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാം. നല്ല പാൽപ്പായസത്തിൻ്റെ അകത്തൊരു ഈച്ച വീണാൽ തീർന്നില്ലേ, അതേ അവസ്ഥ. പിന്നെ ഈ മോശം മാത്രം പറഞ്ഞാൽ പോരല്ലോ, നല്ല ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ അവിടെ കയറുമ്പോൾ തന്നെ പാസ് മുറിച്ച് തരുന്ന ഒരു ചേട്ടൻ, പിന്നെ നമ്മളെ ബ്ലഡ് ബാങ്കിലുള്ള ആൾക്കാർ, ഇതൊക്കെ ഞാൻ പോകുമ്പം ഏതെങ്കിലും ഒരാളായിരിക്കും, പിന്നെ ആൾക്കാർ മാറുമായിരിക്കും എന്നോടുള്ള പെരുമാറ്റം വെച്ചിട്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പാസ് മുറിക്കുന്ന ആ ഒരു ചേട്ടനായാലും, ബ്ലഡ് ബാങ്കിലുള്ള ആൾക്കാർ, പിന്നെ നമ്മുടെ ലാബിലുള്ള ആൾക്കാർ, പിന്നെ എന്തിനായിരുന്നു അടിച്ചു വായിരുന്നേ ഈ ക്യാൻറ്റീനിലുള്ള ആൾക്കാർ പോലും നല്ല സ്വഭാവമായിരുന്നു. അതെന്നെ അറിയുന്നത് കൊണ്ടാണ് എങ്ങനെയാണെന്നറിയില്ല, നല്ല പെരുമാറ്റമായിരുന്നു എന്നോട്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരോട് പെരുമാറുന്ന പോലെ. പിന്നെ എടുത്തു വരാൻ നമ്മുടെ HIV ടെസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു ചേട്ടനുണ്ട്, 219 223 അങ്ങനെ എവിടെയോ HIV ടെസ്റ്റ് ചെയ്യുന്ന അവിടുത്തെ ഒരു ചേട്ടൻ, ഒരു മുട്ടയൊക്കെ അടിച്ചിട്ട് ഒരു ഫ്രീക്കൻ ചേട്ടൻ. ആ ചേട്ടൻ്റെ ഒക്കെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് പറയുന്ന ആ മോനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നല്ല ആൾക്കാരും ആ ഒരു ഹോസ്പിറ്റലിലുണ്ട്. നേരെ പറഞ്ഞ ഇതുപോലെ തല തെറിച്ചിട്ടുള്ള വിവരം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ കുറച്ച് സാധനങ്ങൾ അവിടെയുണ്ട്. പിന്നെ കുറച്ച് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വായി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് വായി നിന്നെന്തോ മുത്തു വീണ് പോകുന്ന പോലെയാണ്. പിന്നെ നമ്മളെന്തോ ഒരു ലക്ഷം രൂപ കടം തരുമോ എന്നൊക്കെ ചോദിച്ചു പോകുന്ന പോലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കളിയൊക്കെ കാണുമ്പോൾ അതെന്തോ ആക്കട്ടെ, അത് അവരുടെ വിഷയം. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് അഡ്മിറ്റ് ആയപ്പം അത് മരുന്ന് വെച്ചിട്ട് കളഞ്ഞു കേട്ടോ. 4-5 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു, മരുന്ന് വെച്ചിട്ട് അത് അവിടെ നിന്ന് കളഞ്ഞു നമ്മൾ. അപ്പോൾ ഈ ലാസ്റ്റ് ഇത് കളയണം എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ 10 ദിവസം മുന്നേ ഒരുത്തി പ്രവചിച്ചല്ലോ ഇത് പോയ കേസാണ്, എന്തിനാ TT എന്നൊക്കെ പറഞ്ഞിട്ട്. അവളെ ഞാൻ മാക്സിമം എന്നെ കൂടെ പറ്റുന്ന വിധത്തിന് ഞാൻ മൊത്തമായിട്ടൊന്ന് തപ്പി നോക്കി. പക്ഷേ അവളുടെ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ കൺമുന്നിൽ അവളെ ദൈവം കാണിച്ചു തന്നിട്ടില്ല. അത് അവളുടെ ഭാഗ്യം കൊണ്ട്. കണ്ടിട്ട് മുഖത്ത് നോക്കിയിട്ട് 4 പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒരാശ ഉണ്ടായിരുന്നു. അന്നത്തെ ആ ദേഷ്യത്തിൽ, ആ ദേഷ്യ സങ്കടം അന്ന് ഇവള് പറഞ്ഞപ്പോൾ, അപ്പോൾ ഇവളുടെ പേര് ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു, ഈ സിസ്റ്ററുടെ പേരെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നുന്നത്. അവളെ പിന്നെ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ നല്ലത് പറഞ്ഞ ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ ലാബിലുള്ള ഒരു കുട്ടി, അതുപോലെ തന്നെ അടിച്ചു വരുന്ന ആ ചേച്ചി, പിന്നെ അവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. നിവ്യ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, എന്നാലും ചോദിക്കും എങ്ങനെയുണ്ട്, സുഖമായോ, ഓക്കെ ആയോ, എന്തായി, റെഡിയായോ എന്നൊക്കെയുള്ള. അത്രയും നല്ല തങ്കക്കുടം പോലത്തെ മനുഷ്യന്മാർ ആടിയുണ്ട്. അതിൻ്റെ അടക്കാണ് ഇതുപോലത്തെ ഓരോ ഡാഷുകൾ. ഓക്കെ, അപ്പോൾ ഞാനൊരാൾ വിചാരിച്ചതിനെ കൂടെ ഒന്നും നന്നാവാനോ അവർ പോകുന്നില്ല. നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ ഇതുപോലെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നന്നാവും ഉറപ്പായിട്ടും. പിന്നെ സർക്കാർ ആശുപത്രി, അത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആശുപത്രി ഇനിയും ഞാനവിടെ പോകും. എനിക്കവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അമ്മയ്ക്കിപ്പോൾ അടുത്ത് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദൈവം സഹായിച്ചിട്ട് അടുത്തത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ, നിവേൻ്റെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവിടെ ഞാൻ പോവുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരണം ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇനി ഇതേപോലത്തെ ഒരു അവസ്ഥ എന്തെങ്കിലും എനിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കൂല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ പറ്റുവാണെങ്കിൽ ഞാൻ അവരുടെ ഫോട്ടോ, അതുപോലെ തന്നെ പേര്, അത് ഞാൻ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ആക്കിയിട്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്രാവശ്യം ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതുപോലെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും നന്നാവുന്നവർ ഒന്ന് നന്നാവും. ആൾക്കാരുടെ പെരുമാറ്റം ഒന്ന് നന്നാക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണം, സർക്കാർ തന്നോളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ആശുപത്രിയിൽ നിന്നപ്പോൾ സഹകരിച്ചവരോടും നല്ല രീതിയിൽ പെരുമാറിയവരോടും ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലെ മോശം രീതിയിൽ പെരുമാറിയവരോട് പുച്ഛം മാത്രം. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ഓക്കെ, ശരി എന്നാൽ.